ഇതത് തന്നെ. എന്നാൽ അങ്ങേർക്ക് എൻ്റെ അടുത്ത് എങ്ങനെ ചെയ്യാൻ തോന്നിയത്? എനിക്കിത് വന്നല്ല ഭഗവാനെ. നിന്റെ അച്ഛന്റെ തല മിണ്ടാൻ പാടി. നമ്മക്ക് ഗതികേട് വന്നല്ലോ എന്റെ പൊന്ന. ഒന്നുമില്ല. പക്ഷെ ഈ പ്രായത്തിൽ എന്റെ മക്കൾ അച്ഛല്ലാതെ വളരേണ്ടി വരൂലെന്നാണ് അമ്മയ്ക്ക് സങ്കടം. അച്ഛൻ എവിടെ പോണ ആരുടെയൊക്കെ പോണെന്ന് അച്ഛൻ തന്നെ അറിഞ്ഞൂടെ. എനിക്ക് സങ്കടം പറഞ്ഞു പൊന്ന്. അച്ഛൻ എന്നാലും അമ്മ ഇങ്ങനെ ചതിച്ചല്ലോ. എന്തൊക്കെ പറഞ്ഞ് എന്നെ സ്നേഹിച്ച് കെട്ടിയതാണെങ്കിൽ. ഹലോ അച്ഛാ, അമ്മയ്ക്ക് വട്ടായെന്ന് തോന്നുന്നു. വട്ടായെന്നാ? അത് അമ്മ ഇവിടെ കിടന്ന് കരയാണ്. കിടന്ന് കരയുവാന്നാ? കിടന്ന് കരയൊന്നുമല്ല, നിന്ന് കരയാണ്. അതാണ്ട ഇരുന്ന് കരയാണ്, തലയിലടിക്കണ്, നെഞ്ചത്തടിക്കണ്, എല്ലാം ചെയ്യണ്. അയ്യോ, എന്തു പറ്റി? അതല്ലേ ഞാൻ പറഞ്ഞത് വട്ടായെന്ന്. എടാ, നീ എന്താ കാര്യം ചോദിച്ചില്ലേ? ഞാൻ എന്തോന്നും ചോദിച്ചില്ല. അതാണ്ട അവൻ നെഞ്ചത്തടിച്ച് എന്തോന്നൊക്കെ പറയണ, അച്ഛനെ കൊല്ലോന്നൊക്കെ പറഞ്ഞു. അച്ഛൻ പെട്ടെന്ന് അമ്മ ഇങ്ങോട്ട് വരുന്നുണ്ട്. എന്താണ്ടായത്? ഇതെന്നും ഉണ്ടല്ലോ ഓരോരോ തലവേദനകള്. എന്താടാ? അച്ഛാ, അമ്മ ഇവിടെ ഭദ്രകാളിയെ പോലെ നിൽക്കുന്നുണ്ട്. കാര്യം എന്താന്ന് എന്നോടൊന്നും പറഞ്ഞില്ലേ? എന്റെ അടുത്തൊന്നും പറഞ്ഞില്ല. അമ്മ ആരടുത്താ ഫോണിൽ നിന്ന് വിളിക്കണ കേട്ട് ഞാൻ. എന്ത് വിളിക്കണ കേട്ട്? വേണ്ട, അമ്മയുടെ ഫോണിൽ നിന്ന് ആരാ വിളിക്കണ കേട്ട് ഞാൻ. ചേടാ, അച്ഛൻ വിളിച്ചിട്ടാണെങ്കിൽ അമ്മ ഫോൺ കട്ടാക്കിക്കൊണ്ടിരിക്കണ്. അച്ഛാ, അമ്മ ബാഗൊക്കെ പാക്ക് ചെയ്ത് എന്റെ അടുത്ത് ഒരുങ്ങി നിക്കാൻ പറഞ്ഞു. ബാഗ് പാക്ക് ചെയ്തെന്നാ? അച്ഛാ, ഒരു രഹസ്യം കൂടെ എനിക്ക് പറയാനുണ്ട്. അമ്മ തലേനയുടെ അടിയില് വലിയൊരു പിച്ചാത്തി എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അച്ഛൻ സ്റ്റീൽ പ്ലേറ്റ് എടുത്തോണ്ട് പോ. എന്തിന്? വേണ്ട, കത്തെടുത്ത് കുത്താൻ വരുമ്പോ നമുക്ക് തടയണ്ടേ, അതിനാണ് ഞാൻ പറഞ്ഞത്. ഇതൊന്നും മിണ്ടാതെ തന്നെ അമ്പാടി. എന്തൊക്കെ നടക്കുന്നു? എല്ലാത്തിനും ശിക്ഷ കിട്ടും. നോക്കിക്കോ. എന്താ അതന്നെ എനിക്കും ചോദിക്കാനുള്ളത്. എന്താണ് പ്രശ്നം? എന്താ? അയ്യോ, ഒന്നും അറിഞ്ഞൂടാ. എനിക്കൊന്നും അറിഞ്ഞൂടാ, അതല്ലേ ഞാൻ ചോദിക്കുന്നത്. എന്താണ്? എനിക്കൊന്നും അറിഞ്ഞൂടെന്നല്ല, ആർക്കും ഒന്നും അറിഞ്ഞൂടെന്ന് പറ. ആർക്കും അറിഞ്ഞൂടാ? എന്തറിഞ്ഞൂടാന്നാണ് നീ പറയണേ? ആർക്കും അറിയാത്ത ആ വലിയ രഹസ്യം. രഹസ്യം? എല്ലാരും ഞെട്ടിക്കാൻ പറ്റണ വലിയ രഹസ്യം. ഞെട്ടിക്കുന്ന രഹസ്യം? നീ കാര്യം എന്താന്ന് പറ. അതെ, നിങ്ങൾ ഇത്രയും കാലം ആരും അറിയാതെ ഒളിച്ചോണ്ടിരുന്ന രഹസ്യം അത് ഞാൻ അറിഞ്ഞു. ഒളിച്ചോണ്ടിരുന്ന രഹസ്യ? എന്ത് ഞെട്ടാത്ത രഹസ്യം? എന്താന്ന് അറിഞ്ഞാലേ ഞെട്ടാൻ പറ്റൂ. ഓ, എന്തൊരു അഭിനയം! ഈ അഭിനയത്തിനെ മിനിമം നിങ്ങൾക്ക് ഓസ്കാർ അവാർഡെങ്കിലും നിങ്ങൾക്ക് കിട്ടണം. ഓസ്കാർ അവര് തരികയാണെങ്കിൽ ഞാൻ വാങ്ങിച്ചേ. നിനക്ക് തലയ്ക്ക് വല്ല വട്ടുണ്ട് എന്നെ കാത്തു? അതെ, എനിക്ക് വട്ടാണ്. അതുകൊണ്ടാണല്ലോ ഞാൻ നിങ്ങളെ സ്നേഹിച്ചത്, നിങ്ങൾ കല്യാണം കഴിച്ചത്, ഇപ്പൊ നിങ്ങളോട് ജീവിക്കണത്. ഇത്ര പറയാൻ മാത്രം ഒന്നും എന്താണ്ടായത്? നിങ്ങളൊന്ന് ഓഫീസിൽ പോയാ? പോയി. ഓഫീസിൽ പോയല്ല? പോയി. അതിനിപ്പോ എന്താണ്? അതെ, എന്ന് കാറിൽ പോണം നിങ്ങള്. ഇന്ന് മാത്രം തന്നെ ഹെൽമെറ്റ് എടുത്ത് തലയിൽ വെച്ചോണ്ട് നിങ്ങൾ സ്കൂട്ടറിൽ പോയത്. പിന്നെ സ്കൂട്ടറിൽ പോകുമ്പോ ഹെൽമെറ്റ് വെക്കണ്ടേ? ഹെൽമെറ്റ് ഫിറ്റ് ചെയ്ത് പോയാൽ നിങ്ങളെ പിന്നെ ആരും തിരിച്ചറിയില്ലെന്നാണ് നിങ്ങളുടെ വിചാരം. ഇടീ, ഞാൻ എന്നും ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ സ്കൂട്ടറിൽ പോകാറില്ലല്ലേ? അതിന് ഇത്ര കരയാന്തിരിക്കും? അതെ, ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ പോകാറുണ്ട്. അത് എന്തിനാണ് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഇതൊക്കെ ഇപ്പൊ എന്തിനാ എടുക്കണേ? ഇതെന്താന്ന് അറിയാമോ നിങ്ങക്ക്? ഇത് നമ്മുടെ വെഡിങ് ഫോട്ടോ അല്ലേ? കല്യാണ ഫോട്ടോ മാത്രമല്ല,
എൻ്റെ ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയ അബദ്ധത്തിന്റെ അടയാളം കൂടിയാണിത്. നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ലെങ്കിലും ഇത് എൻ്റെ ഇരിക്കട്ടെ. എനിക്കങ്ങനെ അല്ലല്ല. എൻ്റെ ആമ്പാടി അച്ഛനായി പോയില്ലേ. എടി നീ ഇതെന്തൊക്കെ ഈ പറയണേ? ആ അതെ, ആമ്പാടിയുടെ മാത്രമല്ല പല കുട്ടികളുടെ അച്ഛനാണെന്ന് എനിക്ക് ഇന്നല്ലേ മനസ്സിലായത്. നീ ഇതെന്തൊക്കെ ഈ പറയണേ? നിങ്ങൾ ഇന്ന് രാവിലെ എവിടെയാ പോയത്? രാവിലെ എവിടെയാ? ഓഫീസിക്ക്. ഓഫീസിലാ പോയത്? ആ സത്യം സത്യം. ആമ്പാടിയെ തലേ തൊട്ട് സത്യം ചെയ്. എന്റെ കൊച്ചിന്റെ തലേ തൊട്ട് കള്ളസത്യം ചെയ്താണ്ടല്ലേ തലമണ്ട തല്ലി പൊളിക്കും ഞാൻ. കള്ള സത്യോ? ഞാൻ ഓഫീസിൽ പോയെന്ന്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഞാൻ നിങ്ങൾ ഓഫീസിൽ വിളിച്ചിരുന്നു. അപ്പൊ നിങ്ങൾ അവിടെ എത്തിയിട്ടില്ല എന്ന് ഓഫീസിൽ നിന്ന് പറഞ്ഞല്ല. നിങ്ങൾ ആ കൊച്ചിന്റെ തലേ തൊട്ട് കള്ളസത്യം ചെയ്യാൻ പോണല്ലേ? ഒന്ന് നിങ്ങളെ കൊച്ചല്ലേ അത്? ഒന്ന് രക്തത്തിൽ പറഞ്ഞ കൊച്ചിന്റെ അടുത്തുള്ള ആത്മാർത്ഥല്ലാത്തൊരു മനുഷ്യൻ. ഇവളിത് എന്തൊക്കെയാണ് ഈ പറയണേ? അച്ഛാ, അച്ഛന്റെ കള്ളദ്രോഗം പൊളിഞ്ഞല്ലേ? അച്ഛന്റെ ഫോട്ടോ അമ്മയുടെ ഫോണിലോട്ട് പോയി. അമ്മയുടെ ഫോണിലോട്ട് പോയെന്നാ? ഫോട്ടോയാ? നീ എങ്ങനെ അറിഞ്ഞു? അതൊക്കെ ഞാൻ അറിഞ്ഞു. തുടരുത്. എടി ഞാൻ ഇന്ന് ഓഫീസിൽ പോയില്ല എന്നുള്ളത് സത്യം. എന്റെ ഓഫീസിൽ പോയില്ല, ഹെഡ് ഓഫീസിൽ പോയിരുന്നു, സെക്രട്ടേറിയറ്റില്. സെക്രട്ടേറിയറ്റിൽ പോയാ നിങ്ങൾ? ആ പോയി. പോയെന്ന്. സെക്രട്ടേറിയറ്റിൽ മാത്രമേ പോയുള്ളൂ? പിന്നല്ല, ഞാൻ അവിടെ പോയ നമ്മുടെ മോൻ അമ്പാടിയാണ്. എന്റെ കൊച്ചിനെ കൂടെ നിങ്ങൾ സത്യം ഇടരുത് കേട്ടോ. എന്റെ കൊച്ചിനെ തുടരുത്. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയുമല്ല, കുറെ കാലം കുറെ ആൾക്കാരെ പറ്റിക്കാൻ പറ്റും, കുറച്ചു കാലം കുറച്ച് ആൾക്കാരെ പറ്റിക്കാൻ. അങ്ങനെയല്ല, കുറെ പേരെ കുറച്ചു കാലം പറ്റിക്കാം, കുറച്ചു പേരെ കുറെ കാലം പറ്റിക്കാം. പക്ഷെ അങ്ങനെ നിങ്ങൾക്ക് എന്നെ എല്ലാ കാലം പറ്റിക്കാൻ പറ്റൂല. ഇങ്ങനെ പറയാൻ മാത്രം ഇന്നിപ്പോ ഇവിടെ എന്താ ഉണ്ടായത്? മോളിരുന്ന് എല്ലാം ഒരാൾ കാണുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് എല്ലാ സത്യം എനിക്കിന്ന് മനസ്സിലായത്. ഓ, അപ്പൊ ദൈവം നേരിട്ട് വന്നാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. എന്താ കാര്യം? എന്താ നിങ്ങൾ പറ. എന്റെ ദൈവത്തിന് നിങ്ങൾ തൊട്ട് കളിക്കരുത്. എന്റെ ദൈവത്തിന് നിങ്ങൾ തൊട്ട് കളിക്കരുത്. നിങ്ങൾക്ക് ദൈവത്തിന് വിശ്വാസം ഇല്ലല്ലോ. നിങ്ങൾ മറ്റേ ശാസ്ത്രജ്ഞനല്ലേ? ഓ തന്നെ. പക്ഷേ എല്ലാം ഒരാൾ കാണണ്ടായിരുന്നു. ആര് കാണണ്ടായിരുന്നു? മറ്റേ ഇത് CCTV ക്യാമറ. CCTV മോളിൽ ഇരുന്ന് കാണണ്ടായിരുന്നു. CCTV അല്ല, മറ്റേ ഇത് AI ക്യാമറ. അല്ല, എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾക്ക് മനസ്സിലായില്ല, എനിക്കും ആദ്യം മനസ്സിലായില്ല. പക്ഷെ ഇത് സൂം ചെയ്ത് കണ്ടെത്തി. അല്ലെങ്കിലേ എന്നും കാറിൽ പോണ മനുഷ്യൻ ഇന്ന് തലയിൽ കുറവൊരു ഹെൽമെറ്റ് എടുത്ത് ഫിറ്റ് ചെയ്ത് നിങ്ങൾ സ്കൂട്ടറിൽ പോകാൻ കാരണം എന്താണ്? അത് ഇപ്പൊ കളക്ടറേറ്റിലത്തെ പോലെയല്ല, സെക്രട്ടേറിയറ്റിൽ കാർ പറിക്കാനൊക്കെ സ്ഥലം കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാ. അതുകൊണ്ടൊന്നും അല്ല, നിങ്ങൾ ഹെൽമെറ്റ് ഫിറ്റ് ചെയ്ത് പോയാൽ ആരും നിങ്ങൾ തിരിച്ചറിയില്ല നിങ്ങൾ വിചാരിച്ച്. തിരിച്ച് പക്ഷെ ദൈവം എന്റെ കൂടെ ഉണ്ട്, അതാണ് എനിക്ക് എല്ലാ സത്യം ഒന്ന് മനസ്സിലായത്. എന്തോന്ന് മനസ്സിലായി? അന്ന് ഭഗവാൻ അയച്ചാണ് നിങ്ങൾ ഇന്ന് കൊണ്ടുപോയ സ്കൂട്ടർ ആരുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്തേക്കണം? എന്റെ പേരിൽ തന്നെ. അന്ന് ഈശ്വരൻ അയച്ച് അന്ന് ആ രജിസ്റ്റർ ചെയ്തപ്പോഴത്തെ എന്നെ നമ്പർ കൊടുക്കാൻ തോന്നി. അതിനിപ്പോ എന്താ നല്ലതല്ലേ? അതാണ്. അതുകൊണ്ടല്ലേ ഇത് നിങ്ങളെ കള്ള കാമുകയും മറ്റോ ഒളിച്ചു വെച്ചേക്കുന്ന കുട്ടിയെ കൊണ്ട് നിങ്ങൾ ഇങ്ങനെ സ്കൂട്ടറിൽ ഊരി ചുറ്റാൻ പോയത് എനിക്ക് ഫോട്ടോ കിട്ടിയത്. ഫോട്ടോ കിട്ടിയെന്നാ? നിങ്ങൾ പോയത് എനിക്ക് AI ക്യാമറ അതേപോലെ നിങ്ങളുടെ ഫാമിലി ഫോട്ടോ എടുത്ത് അയച്ചു എന്റെ വാട്സാപ്പിൽ. അറിയൂലെന്ന് വിചാരിച്ചെന്ന്. എന്റെ രഹസ്യമായി ഒന്നും അറിഞ്ഞൂടാ. പലനാൾ കള്ളൻ ഒരു നാൾ പിടിയും നിങ്ങൾ കേട്ടിട്ടില്ലേ? തെളിവ് സഹിതം എന്റെ അടുത്തുണ്ട്. നിങ്ങളെ കള്ള കാമുകിയ കുട്ടിയെ കൊണ്ട് നിങ്ങൾ സ്കൂട്ടറിൽ പോണ ഫോട്ടോ ഇല്ലേ AI ക്യാമറ എടുത്ത് എനിക്ക് അയച്ചിരുന്നു. നോക്ക്, ഇത് നിങ്ങളല്ലേ? ഈ ഫ്രണ്ട് ഇരിക്കുന്നത് നിങ്ങളല്ലേ? നമ്മുടെ സ്കൂട്ടർ ഇത് എന്റെ സ്കൂട്ടർ അല്ലേ? എന്റേത് എന്റെ സ്കൂട്ടർ അല്ലേ? ഈ പുറകിരിക്കുന്ന ഏവള് പറ. അത് എനിക്കറിഞ്ഞു. എടി ഇത് AI ക്യാമറ അല്ലേ? ഇത് റോഡ് സൈഡിൽ പോലീസുകാർ എടുത്ത്. ആയിക്കോട്ടെ, അവളാര്? അല്ല എടി, അത് അവര് നിങ്ങളെ ബന്ധുക്കളാണെന്ന് പറയാൻ വേണ്ടി വരികയായിരിക്കും. അവളെ തലയ്ക്ക് സൈസ് ആയിട്ടുള്ള ഹെൽമെറ്റ് നിങ്ങൾക്ക് കിട്ടിയില്ലേ? എടി ഇതായിരുന്ന കാര്യം. എടി സംഭവം എന്താന്ന് വെച്ചാലേ, എന്റെ അടുത്ത് നിങ്ങൾ ഒന്നും പറയണ്ട. ഞാൻ എന്റെ ആമ്പാടിയും കൊണ്ട് ഞാൻ എന്റെ വീട്ടിൽ ഞാൻ ഒഴിഞ്ഞു തന്നേരാം. നിങ്ങളെ കള്ള കാമുകയെ നിങ്ങളെ കൊച്ചിനെ കൊണ്ട് ഈ വീട്ടിൽ നിങ്ങൾ സ്വന്തമായിട്ട് സുഖമായിട്ട് ജീവിച്ചു. ഞാൻ പറയണത് നീ ഒന്ന് സമാധാനമായിട്ട് ഒന്ന് സ്വസ്ഥമായിട്ട് നീ ഒന്ന് കേക്ക്. അതായത് ഞാൻ ഇന്ന് രാവിലെ സെക്രട്ടേറിയറ്റിലേക്ക് എന്റെ ദേഹത്തോടെ ഇരുന്നേട്ടാ മിണ്ടാതിരി. തുടരുന്നു. മാമ വന്നു. മാമനെ വിളിച്ചു വരുത്തിയ നിനക്ക് ശരിയാക്കി തരാം ഞാൻ. ശരിയാക്കി തരാം ഞാൻ. കാത്തു, ഈ പെണ്ണിത് വാലും തുറന്നിട്ട് എവിടെ പോയി കിടക്കുന്നു? ആ, നീ എന്നോട് പെട്ടെന്ന് വരാൻ പറഞ്ഞതിന്? അതെ, എനിക്ക് അച്ഛൻ്റെ അടുത്തും അമ്മേൻ്റെ അടുത്തും പറഞ്ഞതിന് മുമ്പ് ആ കാര്യം മാമൻ്റെ അടുത്ത് പറയണമെന്ന് തോന്നി. നീ എന്താണെങ്കിലും എന്നോട് പറയടി, കാര്യം പറ. മാമ അത് പിന്നെ നീ ഇവിടെ ഉണ്ടായിരുന്ന? ഞാൻ ഉണ്ടായിരുന്നു. നേരത്തെ വന്നടാ? നേരത്തെ ഇന്ന് സെക്രട്ടേറിയറ്റില് ഒഫീഷ്യൽ കാര്യങ്ങളായിട്ട് ചില കാര്യങ്ങൾക്ക് പോണ്ടി വന്നു. ശരി. അപ്പൊ അവിടുത്തെ പരിപാടി കഴിഞ്ഞപ്പോ നേരെ ഇങ്ങ് പോകുന്നു. അപ്പൊ സെക്രട്ടേറിയറ്റിൽ പോയ വഴിക്കായിരിക്കും ഗോപാലന്റെ മോളെ കുഞ്ഞിനെ കണ്ടതല്ലേ? ഗോപാലൻ? എടി, നിനക്ക് മനസ്സിലായില്ലേ? നമ്മളെ വീടിന്റെ താഴെ ചായക്ക് നടത്തുന്ന ഗോപാലേട്ടനെ.
ഗോപാലേട്ടന്റെ മോളും കുഞ്ഞും കൂടെ രാവിലെ സ്കൂളിൽ പോണ വഴിക്ക് ആ കൊച്ചിന് പെട്ടെന്ന് ഫിക്സ് വന്നു അതല ഇറങ്ങി വീണു. ആ സമയത്ത് അതാണ്ട നന്ദ അതുവഴി സ്കൂട്ടറിൽ വന്നത്. ആ നന്ദൻ ഒരു കാര്യം ചെയ്തു, ദേ പെട്ടെന്ന് തന്നെ കൊച്ചിനെ നല്ല ഇവിടെ അടുത്ത് സ്കൂട്ടറിലെടുത്ത് നേരെ ആശുപത്രി കൊണ്ടുപോയി. നന്നായി വെക്കണേ, നന്നായി, അങ്ങനെ തന്നെ വേണം. ഞാനാണെങ്കിൽ ഇന്ന് സെക്രട്ടേറിയറ്റിൽ പോയിട്ട് കുറച്ച് ഒഫീഷ്യൽ കാര്യങ്ങൾ ഉണ്ടായിരുന്നേ. അപ്പൊ അതുകൊണ്ട് രാവിലെ തന്നെ കാർ എടുക്കണ്ട, അവിടെ അഞ്ച് പാർക്ക് ചെയ്യാനൊക്കെ വലിയ ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് ഞാൻ സ്കൂട്ടർ എടുത്താണ് ഇറങ്ങിയത്. അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് അവരെ കാണാൻ പറ്റിയത്. എന്ന് വെച്ചാൽ ആ കൊച്ചാണെങ്കിൽ ഈ ഫിക്സ് വന്ന് എന്ന് പറയുമ്പോൾ താഴെ കിടക്കുന്ന അമ്മ അടുത്തിരുന്ന് കരയുന്നു. നാട്ടുകാരാണെന്ന് നമ്മുടെ നാട്ടുകാരെ കുറിച്ച് അറിയാലോ, ചുറ്റും വട്ടം കൂടി നിൽക്കുകയാണ്. ഞാൻ നേരെ അവരെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അത് കഴിഞ്ഞ് ഞാൻ നേരെ സെക്രട്ടേറിയറ്റിൽ പോയി. നേരെ സെക്രട്ടേറിയറ്റിലേക്ക്. അങ്ങനെ തന്നെ വേണം മക്കളെ, അങ്ങനെ തന്നെ വേണം. അല്ല ഇവരെ നിനക്ക് നേരത്തെ അറിയായിരുന്നു? എന്തിനു മാമാ നേരത്തെ അറിയുന്നത്? നമുക്ക് മുൻപരിചയത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഒരാൾ വയ്യാതെ റോഡിൽ കിടക്കണ അവരെ എടുക്കുക, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാ. മനുഷ്യപ്പറ്റല്ലേ, അങ്ങനെയല്ലേ വേണ്ടത്. അല്ലടി നീ ഇതൊന്നും അറിഞ്ഞില്ലായിരുന്നു? ഇല്ല, എന്റെ അടുത്ത് പറഞ്ഞില്ല, പക്ഷെ ഞാൻ അറിഞ്ഞു. അതിപ്പോ അത്ര വലിയ എടുത്ത് പറയാവുന്ന വലിയ സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. നമ്മള് മനുഷ്യന്മാരൊക്കെ ആകുമ്പോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സഹായിക്കുമല്ലോ. പിന്നല്ലാതെ മനുഷ്യത്വമാണല്ലോ നമുക്ക് വേണ്ടത്. അതാണ് വേണ്ടത്, അതാണ് വേണ്ടത് മക്കളെ. അല്ല മാമ, ഇപ്പൊ ആ കൊച്ചിനിപ്പോ എങ്ങനെയുണ്ട്? കൊച്ചിന് കുഴപ്പമൊന്നുമില്ല, സമാധാനം. ഗോപാലേട്ടന്റെ മോക്കെ കാത്തൂന്റെ ഭർത്താവാണെന്ന് അറിയായിരുന്നു. അറിയായിരുന്നു. പിന്നെ നീ അവരെ ആശുപത്രി കൊണ്ടുപോയപ്പോ അവർക്ക് ഒരു 1000 രൂപ കൊടുത്തായിരുന്ന? അല്ല അതിപ്പോ എന്താ വെച്ചാൽ ഞാൻ അവരെ ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോ ചോദിച്ചു അവർക്ക് കയ്യിൽ പൈസ ഉണ്ടോ ചോദിച്ചപ്പോ പൈസ ഇല്ല. ഒരു സ്കൂളിലേക്ക് ഇറങ്ങിയതല്ലേ കൊച്ചിനെയും കൊണ്ട്, ഒരു 1000 രൂപ കൊടുത്തു. ആ ഗോപാലേട്ടനെ 1000 രൂപ എന്റെ തന്നയച്ചായിരുന്നു. അയ്യോ അതിപ്പോ വേണ്ടായിരുന്നു, പിന്നീട് ആയാലും മതിയല്ല. അത് കുഴപ്പമില്ല, തന്നെ വിട്ടതല്ലേ, നീ വച്ചോ, കുഴപ്പമില്ല. അല്ല ഇപ്പൊ ഇത് 1000 രൂപയുടെ അല്ല മാമ. അവരെ പെട്ടെന്ന് ആശുപത്രിയിൽ ബൈക്കിന്റെ പുറകിൽ ഇരുത്തി കൊണ്ടുപോയിപ്പോഴേ അവർ ഹെൽമെറ്റ് ഉണ്ടായിരുന്നില്ലോ. അത് റോഡ് സൈഡിൽ നിൽക്കണ ഏതോ ഒരു പോലീസുകാരൻ ഫോട്ടോ എടുത്ത് ഇപ്പൊ 500 രൂപയുടെ പെറ്റി വന്നത്. ഹെൽമെറ്റ് വെച്ചില്ലെങ്കിലേ 500 രൂപ പെറ്റി അടിക്കും, അത് നിയമം. 500 രൂപ പോയിട്ടല്ലേ, സമാധാനമാണ് കുറവ് മനസ്സിൽ കളഞ്ഞത്. നീ മേടിക്കണ്ട, ഈ 500 രൂപയുടെ കാര്യം ഞാൻ ഗോപാലിനോട് പറയാം. അയ്യോ 500 രൂപ ഒന്നും വേണ്ട മാമ. നാളെ നമ്മുടെ അമ്പാടിക്ക് ഇതുപോലെ സ്കൂളിൽ പോകുന്ന സമയത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോ ആരെങ്കിലും ഒക്കെ സഹായിക്കാണ്ടാവല്ലോ. കൊടുത്ത് എങ്ങനെയെങ്കിലും നമുക്ക് തിരിച്ചു കിട്ടും, അത് മതി. ഇനിയിപ്പോ 500 രൂപ ഒന്നും പറയാൻ പാടില്ല. അല്ല അത് കുഴപ്പമില്ല, ഞാൻ പറഞ്ഞോളാം. അത് അങ്ങനെ തന്നെ വേണം മക്കളെ, പരോപകാരം ചെയ്യണം. അല്ല അതൊക്കെ പോട്ടെ, ഡി നീ എന്തിനാടി എന്നോട് അർജന്റായിട്ട് വരാൻ പറഞ്ഞത്? അത്ര അർജന്റ് ഒന്നും അല്ല. അല്ല അതായത് എല്ലാം മുകളിലിരുന്ന് ആരോ കണ്ടെന്നോ കാണുന്നുണ്ടെന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു. അല്ല അത് മുകളിലിരുന്ന് കാണുന്നുണ്ടല്ലോ. കാരണം ആരെന്ന് പോലും അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി എന്നെ നന്ദേട്ട ഇങ്ങനെ സഹായം ചെയ്യുമ്പോഴേ അത് എന്തായാലും മുകളിലിരുന്ന് ഒരാൾ കാണുന്നുണ്ട്. അതിന്റെ ഐശ്വര്യം നമുക്ക് എന്നും ഉണ്ടാവും നന്ദേട്ട, ഇല്ലേ മാമ? പിന്നെ